വിനു കിരിയത്ത് കൂടി നമുക്കൊപ്പം ചേർന്നു. ശ്രീ വിനു കിരിയത്ത്, ശ്വേതാ മേനോനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്, റീമ കല്ലിങ്ങലിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്, തനിക്ക് സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇത്തരം ചില ധാർമ്മിക രോഷങ്ങളൊക്കെ തോന്നുന്ന ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ തീർക്കാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രക്ഷയുമില്ലാത്ത തരത്തിലുള്ള നാടകങ്ങളും സസ്പെൻസും ആരോപണങ്ങളും ഒക്കെ വരുന്ന സമയത്താണ് ഈ പരാതിയും വരുന്നത്. ഇതിന്റെ പിറകിൽ ആരെങ്കിലും കളിക്കുന്നതാണോ? നോക്കൂ, മാർട്ടിന് പരാതി കൊടുക്കാനായിട്ട് നമ്മുടെ വ്യവസ്ഥയിൽ കുറ്റമൊന്നുമില്ല. മാർട്ടിന് കൊടുക്കാം, പരാതി കൊടുക്കാം. പക്ഷെ ഇത് ഏത് കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. യൂട്യൂബും ഇൻസ്റ്റയും വാട്സാപ്പിലും മുഴുവൻ തുറന്നാൽ അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ വാക്കുകൾ എല്ലാം മാത്രം കാണുന്ന കാലഘട്ടത്തില് ശ്വേതാ മേനോന് സെൻസർഷിപ്പ് കൊടുത്ത പടങ്ങൾ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നാം പ്രതി സെൻസർഷിപ്പ് അല്ലെ, സെൻസർ ബോർഡ് ആവണം ഇല്ലേ? നോക്കൂ, 1972 പഴയ കാലമാണ് കളിക്കുന്നത്. സിദ്ധാർത്ഥ എന്നൊരു സിനിമയുണ്ട്, ശശി കപൂറും സിമി ഗരേവാളും അഭിനയിച്ച. അതിന്റെ പോസ്റ്റർ പോലും രണ്ടുപേരും ന്യൂഡായിട്ട് നിൽക്കുന്നതാണ്. എന്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കണം. മലയാളത്തിൽ എത്ര കമൽഹാസൻ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ ഈ സ്ത്രീകൾ ന്യൂഡായിട്ട് അഭിനയിക്കുമ്പോൾ മാത്രമാണോ ഇവിടെ പ്രശ്നം ഇല്ലേ? ഇത് നമ്മൾ നോക്കണം. രതി നിർവേദം ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്. അതേ സിനിമയുടെ റീമേക്കിലാണ് ശ്വേത അഭിനയിച്ചിരിക്കുന്നത് ഇല്ലേ? പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടിയോടൊപ്പമാണ്. കലാഭവൻ മണി ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? ഈറ്റയിൽ ഷീലാമ്മ പാട്ട് സീനിൽ ഭയങ്കര സെക്സി ആയിട്ട് അഭിനയിച്ചിട്ടില്ലേ? കനി കുസൃതി വളരെ സെക്സി ആയിട്ട് അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ ഇത് അല്ല, ഇത് സിനിമയായിട്ട് കാണുക എന്നാണല്ലോ എല്ലാവരും പൊതുവെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പൊ ഇതെന്താ അങ്ങനെ കാണാത്തത്? ഇതിൽ സെൻസർഷിപ്പ് കിട്ടിയതാണ് ആവശ്യം. അത് സർട്ടിഫിക്കറ്റ് ഉള്ള പടങ്ങളാണ്. പിന്നെ പ്രസവം കാണിക്കുക എന്ന് പറയുന്നത് പണ്ട് മെഡിക്കോസ് എക്സിബിഷനിൽ പ്രസവം കാണിക്കാറുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ചെറുതിൽ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പ്രസവം ഒരു മോശമാണെങ്കിൽ നമ്മളാരും ഇന്ന് ജീവിച്ചിരിക്കില്ലല്ലോ. അപ്പൊ ഇതിനെ ആ കണ്ണിൽ കാണുന്നിടത്താണ് ഈ കുഴപ്പം. പിന്നെ ശ്വേതാ മേനോന് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് മെറിറ്റിന് ഞാൻ പോകുന്നില്ലെങ്കിൽ പോലും ശ്വേതാ മേനോൻ മാനനഷ്ടത്തിന് വേണമെങ്കിൽ ശ്വേതാ മേനോൻ സുപ്രീം കോടതി വരെ പോകാൻ പറ്റും. ചോദിക്കുന്ന പണവും കൊടുക്കേണ്ടി വരും ഇല്ലേ? കാരണം ഇതൊരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്യുകയല്ലേ? എത്രയോ പേര് സിനിമയിൽ സെക്സി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നു. അമീർ ഖാൻ അഭിനയിച്ചിട്ടില്ലേ? അപ്പം ഇത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അതാണെന്നൊന്നും എനിക്കും അറിയില്ലല്ലോ. അറിയാത്ത കാര്യം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹം അത് ഉദ്ദേശിച്ചാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ശ്രീ വിനു കിരിയത്ത്, ഓൾറെഡി ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്ന് സിനിമാ രംഗത്തുള്ളവർ പറയുന്നു. ബാബുരാജ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയതിനു ശേഷമാണ് ഇത്തരം ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നത് എന്നതടക്കം മാലാപാർവതി അടക്കമുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മെമ്മറി കാർഡ് വിവാദം തീർന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത പരാതി വരുന്നു. കേസെടുത്തത് ഒരു വശത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ നാടകങ്ങളൊക്കെ പിറകെ നടക്കുമ്പോൾ കാണുന്ന സാധാരണക്കാർക്ക് തോന്നില്ലേ ഇതിന്റെയൊക്കെ പിറകിൽ ആരൊക്കെയോ ചരട് വലിക്കുന്നുണ്ട് എന്ന് തോന്നില്ലേ? തനിക്ക് ബാബുരാജോട് ഒരു ബന്ധമില്ലാന്ന് ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ പറഞ്ഞിട്ടുണ്ട്. ബാബുരാജ് അല്ലെങ്കിൽ വേണ്ട, പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമോ? അതായത് ബാബുരാജ് എന്ന് മാത്രം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോൾ നോക്കൂ, സ്ത്രീകളുടെ ശത്രു സ്ത്രീകളാണെന്ന് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? ചിലപ്പോൾ അതിനകത്തുള്ള അത്തരക്കാരാവാമല്ലോ. ചിലപ്പോൾ പുള്ളിയുടെ സ്വന്തം പ്രകാരമായിരിക്കാം കേസ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പോർണോഗ്രാഫിക് ആക്ട്രസ് ആയിരുന്ന സണ്ണി ലിയോൺ മലയാളത്തിൽ എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നറിയാമല്ലോ അല്ലേ? അന്നൊന്നും ഈ പരാതിക്കാരന് ഒരു പരാതി ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത്. പിന്നെ അമ്മ സംഘടന ബൈലോയില് ഇത്തരക്കാര് ഈ പ്രശ്നങ്ങളുള്ളവർ, ഇപ്പൊ ബാബുരാജ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയായിട്ട് മാറിയതാണ് അല്ലെ? ബൈലോയിലുള്ളതല്ല അത്. അപ്പൊ തീർച്ചയായിട്ടും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ മക്കൾ തീരുമാനിക്കണം. നിങ്ങൾ പരസ്പരം അടിക്കുമ്പോൾ അവിടെ നാണം കെടുന്നത് അമ്മയാണ് ഇല്ലേ? അതല്ലേ ജനങ്ങളെ AMMA എന്ന് പറയാനുള്ള അവസരം ഇവര് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ് ഇല്ലേ? അത് മാറ്റി മാറ്റി കൊണ്ടുവരാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക. ഇതിനകത്ത് ശ്വേതാ മേനോനോടൊപ്പം അമ്മയിലെ സംഘടനയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. സ്ത്രീ ഭേദമന്യേ പുരുഷ ഭേദമന്യേ. കാരണം എന്തെന്നറിയാമോ, നമുക്ക് നമ്മുടെ നാട്ടിലെ മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞു. ഇപ്പൊ ജാതീയ തമ്മിൽ അടിയിപ്പൊ കുറച്ച് ദിവസം മുമ്പേ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ആണിനെയും പെണ്ണിനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമവും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത് ഇല്ലേ? ഒരു വലിയ ഇൻഡസ്ട്രി അല്ലേ ഇത്? എന്തിനാണ് ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും ശ്രീ വിനു കിരിയത്ത്, ഇത്തരം പരാതിയുമായി വരുമ്പോൾ നാണം കിടന്നത് സിനിമാ ഇൻഡസ്ട്രിയും അമ്മയും ഒക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത് എവിടെ നിന്ന് വന്നാൽ ഞാൻ താങ്കൾക്ക് തിരികെ വരാം. ഒരല്പം തുടരണമെന്ന് അപേക്ഷിക്കുന്നു. പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ചേർന്നു. നേരത്തെ ഞാൻ ചോദിച്ചത് താങ്കൾക്ക് കേൾക്കാതിരുന്നതാണോ എന്നറിയില്ല, എങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. പരാതി കൊടുക്കണമായിരുന്നെങ്കിൽ ഡിസ്കണക്ട് ആയിരുന്നു. അതെ, ന്യൂഡായിട്ട് അഭിനയിച്ചു എന്ന രീതിയിലാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ അത് എത്ര പേർക്കെതിരെ കൊടുക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ശ്രീ വിനു കിരിയത്ത് പറയുന്നുണ്ടായി. പക്ഷെ നിങ്ങളുടെ വിഷയം അതല്ല. നിങ്ങളുടെ വിഷയം ശ്വേതാ മേനോനെതിരെ ഈ സമയത്ത് കൊടുത്ത പരാതിയാണ്. ഞാനിപ്പോൾ ഇത് ചോദിക്കുമ്പോൾ താങ്കളും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയും. സ്വാഭാവികമായിട്ടും കാണുന്ന ആൾക്കാർക്ക് തോന്നും ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ നിങ്ങളുടെ പരാതിയുടെ പിറകിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും?
ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ പരാതി ഞാൻ കൊടുക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട CJM കോടതി, എറണാകുളം CJM കോടതിയിൽ ഞാൻ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഗൂഢാലോചന ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ ലാലേട്ടൻ ഇതിന്ന് രാജിവെക്കുന്നത് എപ്പോഴാണ്? അത് നിങ്ങൾക്കറിയാലോ. അതായത് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത്, ഇതെല്ലാം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ ഏതെങ്കിലും സിനിമാ നടന്മാരുമായിട്ടോ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ മീറ്റിംഗ് കൂടുകയോ ഏതെങ്കിലും സിനിമാ നടന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ഇത്തരം ഒരു ഗൂഢാലോചന കമ്മിറ്റി ഞാൻ ഭാഗമാകുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. കേസ് കൊടുക്കുക, സെറ്റിലാക്കുക, അങ്ങനെ ഒരു മണി ബെനിഫിറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെ ചില പരാതികളൊക്കെ താങ്കൾക്കെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു കഴമ്പുമില്ല അല്ലേ? അല്ല, അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാവും? കേസ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് മാർട്ടിൻ എവിടെയെങ്കിലും പൈസ മേടിച്ചായിട്ട് നിങ്ങൾക്ക് തെളിയിക്കില്ല. വളരെ ശരി, ഓക്കെ, വളരെ ജെന്യൂൻ ആയിട്ടാണ് കേസുകൾ കൊടുക്കുന്നത് താങ്കൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം വന്ന ചോദ്യത്തിലേക്ക്, പാലേരി മാണിക്യത്തിനകത്ത് മമ്മൂട്ടി അഭിനയിച്ച റോളുണ്ട്. മമ്മൂട്ടി അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുണ്ടായിരുന്ന, ഓണേഡ് സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണ്. കേസ് കൊടുത്തിട്ടില്ല. ഈ സിനിമ സംവിധാനം ചെയ്ത തിരക്കഥാകൃത്ത് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ്. ആ സമയത്ത് മാർട്ടിൻ മേനാച്ചേരിൽ കേസ് കൊടുത്തിട്ടില്ല. തന്മാത്രയിൽ മോഹൻലാൽ ന്യൂഡായിട്ട് അഭിനയിച്ചു, കേസ് കൊടുത്തിട്ടില്ല. പോൺ സിനിമകൾ തന്നെയാണ് അഭിനയിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയുന്ന സണ്ണി ലിയോൺ മലയാളത്തിൽ വന്ന് അഭിനയിച്ചു, കേസ് കൊടുത്തിട്ടില്ല. കലാഭവൻ മണി തൊട്ട് ഇങ്ങോട്ട് ന്യൂഡായിട്ട് അഭിനയിച്ചു ഒരുപാട് പേരുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല. ശ്വേതാ മേനോനെതിരെ എത്ര സിനിമ ശ്വേത മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്? ഈ ശ്വേതാ മേനോനെതിരെ മാത്രം കേസ് കൊടുക്കാൻ ഉണ്ടായ ചേതവികാരം എന്താണ്? ഞാൻ ശ്വേതാ മേനോന് മാത്രം എതിരെ അല്ലല്ലോ ഞാൻ ഈ പരാതി ശ്വേതാ മേനോനാണല്ലോ. ഈ പരാതി ശ്വേതാ മേനോനെതിരെയാണ്. അതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ പെട്ടെന്ന് മാർച്ചിലാണ് കൊടുത്തതെന്ന് പറയുന്നു. പെട്ടെന്ന് എന്തുകൊണ്ടാണ്? ശ്വേത വളരെ കുറച്ച് മലയാള സിനിമയാണ് ഇപ്പോൾ ചെയ്തു തന്നെ ഇരിക്കുന്നത്. മാർച്ചിൽ നിങ്ങൾ പറയുമ്പോഴും അമ്മയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്വേതാ മേനോൻ സജീവമായി നിൽക്കുന്ന സാഹചര്യമാണ്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരിക എന്ന് മാർച്ചിൽ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ആലോചിക്കാവുന്നുള്ളൂ. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു മുഴം മുന്നേ എറിഞ്ഞു ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ എന്ന് വിചാരിച്ചൂടെ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ശ്വേതാ മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു മീഡിയ സിൻഡിക്കേറ്റ് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിലും അതുപോലെ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന, ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിലും അവർ പറയുന്നുണ്ട്, ഞാൻ ഇനിയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോസുകളെല്ലാം പോൺ സൈറ്റിൽ ലഭ്യമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയണത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവ് ഈ രാജ് കുന്ദ്ര പോൺ റാക്കറ്റ് വഴി കോടികൾ സമ്പാദിച്ചപ്പോൾ EDയുടെ കേസുണ്ടായി. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്വേതാ മേനോൻ്റെ പോൺ സൈറ്റുകളെക്കുറിച്ച് അത്തരത്തിലൊരു അന്വേഷണം വേണം. അതുപോലെ പോൺ സൈറ്റുകളുടെ മറവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പോൺ സൈറ്റുകളുടെയൊക്കെ മറവിൽ ശതകോടിക്കണക്കിന് ഡോളറുകളാണ് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. മനസ്സിലായോ? പോൺ താരങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ശ്വേതാ മേനോന്റെ പോൺ സൈറ്റുകളോ അങ്ങനെയാണോ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്?